വീണു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണതിൻ്റെതായ യാതൊരു വിധമായ അടയാളങ്ങളുമല്ല ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടി വീണു എന്ന് പറയുന്നത് വ്യാജമാണ്. ശരീരത്തിലുടനീളം മർദ്ദനമേറ്റതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ മുന്നണികൾ നടത്തിയിട്ടുള്ള മറ്റേത് ഹർത്താലിൽ നിന്നും വ്യത്യസ്തമായി വലിയ അച്ചടക്കത്തോടു കൂടിയാണ് ഈ ഹർത്താൽ ഞങ്ങൾ നടത്തിയത്. മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ഒരു ക്യാൻസർ പേഷ്യന്റിനെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ അജിമോൻ ചാലക്കരിക്കെതിരെ എടുത്തിരിക്കുന്നത് ബോധപൂർവമായ നരഹത്യക്കുള്ള കേസാണ്. വധശ്രമത്തിനുള്ള കേസാണ്. കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ത്യൻ IITകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിത്തം നിർത്തി ജാതി അധിക്ഷേപം മൂലം മാനസികമായി തകർന്ന് ഇറങ്ങിപ്പോയത് ഏതാണ്ട് 13,500ഓളം SC ST OBC വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം നടന്ന കേരള ഹർത്താലിനെ കുറിച്ച് എങ്ങനെയാണ് ആ ഹർത്താലിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് വിജയകരമായിരുന്നു? ഉദ്ദേശിച്ച ഫലം കണ്ടുവോ? ഈ ഹർത്താൽ കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത വിജയിപ്പിച്ച ഒരു ഹർത്താലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക സംഘടനകൾ, മിക്കവാറും എല്ലാ ദലിത് ആദിവാസി സംഘടനകളും സമുദായ സംഘടനകളും ഒറ്റക്കെട്ടായി അവരുടെ നേതൃത്വവും അതേപോലെ അണികളും രംഗത്ത് വന്നുകൊണ്ട് ഒരു സമരത്തിൽ, ഒരു പ്രക്ഷോഭത്തിൽ പങ്കുചേരുകയും അത് വളരെ സമാധാനപരമായി കേരളത്തിൽ ഒരു ഹർത്താലായി അത് മാറുകയും ചെയ്തത്. ഒരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ മുന്നണികൾ നടത്തിയിട്ടുള്ള മറ്റേത് ഹർത്താലിൽ നിന്നും വ്യത്യസ്തമായി വലിയ അച്ചടക്കത്തോടു കൂടിയാണ് ഈ ഹർത്താൽ ഞങ്ങൾ നടത്തിയത്. കേരളത്തിലെ ദലിത് സംഘടനകളുടെ മുൻനിരയിലുള്ള നേതാക്കൾ അടങ്ങുന്ന ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഈ ഹർത്താൽ ഞങ്ങൾ നടത്തുകയും ചെയ്തു. കേരളത്തിൽ എങ്ങും ഒരു അനിഷ്ട സംഭവം ഉണ്ടായതായി റിപ്പോർട്ടില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ ഹർത്താലുകൾ നടക്കുമ്പോൾ ബസ്സുകൾ തല്ലി തകർക്കുക, ചില്ലുകൾ തകർക്കുക, ആൾക്കാരുടെ നേരെ കയ്യേറ്റം നടത്തുക, ഇങ്ങനെയുള്ള ഓരോ ഒഫൻസുകളും ഈ ഹർത്താലിൽ നടന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള ഹർത്താലുകൾ വെച്ച് ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ള ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു മാതൃകാപരമായ ഒരു ഹർത്താലാണ് കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾ നടത്തിയത്. ഹർത്താലിന് ആധാരമായ വിഷയം നമുക്കറിയാം. നിതിൻ രാജിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർത്താൽ നടത്തിയത്. നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വളരെ ദാരുണമായി അധ്യാപകരാൽ കൊല ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് അത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏപ്രിൽ 10-ാം തീയതി ഈ കൊല നടന്നു. അതിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ള പ്രചരണങ്ങളെല്ലാം വളരെ വ്യാജമായിരുന്നു എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം മാനേജ്മെൻറ്റ് ആ കോളേജിലൊരു കൊലപാതകം നടന്നപ്പോൾ അതിൽ ഉത്തരവാദികൾ ആയിട്ടുള്ള അല്ലെ ആ കോളേജിലൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ മാനേജ്മെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ കോളേജ് മാനേജ്മെൻറ്റ് ഇന്ന് വരെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ സംഭവം നടന്നതിൻ്റെ പിന്നാലെ ഈ വിഷയത്തെ ഒന്ന് അപലപിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ഇതിൽ റാം എന്ന് പറയുന്ന അധ്യാപകനും അതേപോലെ സംഗീത നമ്പ്യാർ എന്ന അധ്യാപികയും കൂടാതെ പ്രിൻസിപ്പാൾ മോനിയും എല്ലാം ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അതിന് മുന്നോടിയായി ഈ പറയുന്ന നിതിൻ രാജിന് മെറിറ്റിലൂടെ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടി അവിടെ വിദ്യാർത്ഥിയായി വന്നതിന് ശേഷമുള്ള 5 മാസക്കാലം നിരന്തരമായി ജാതിയുടെയും അതേപോലെ നിറത്തിൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും തൊഴിലിൻ്റെയും ഒക്കെ പേരിൽ നിതിൻ രാജിനെ വേട്ടയാടിയെന്നും ആക്ഷേപിച്ചു എന്നും അവഹേളിച്ചു എന്നും എല്ലാ ജാതി വിഭാഗത്തിലും പെട്ട സഹപാഠികളായ വിദ്യാർത്ഥികൾ പബ്ലിക്കായി മീഡിയയുടെ മുമ്പിലടക്കം ഇന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ടും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അവസാനം സംഭവിച്ച കാര്യം, ഇതിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്ന് ഈ അധ്യാപകരുടെ ക്രൂരമായ വിചാരണയ്ക്ക് ലോണാപ്പിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വിചാരണ ചെയ്ത് കരഞ്ഞു ദുഃഖിതനായി പുറത്തു വരുന്നു. ആ പുറത്തു വന്നതിന് ശേഷം ബഹുനില കെട്ടിടത്തിൽ നിന്നും വീണു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണതിൻ്റെതായ യാതൊരു വിധമായ അടയാളങ്ങളുമല്ല ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടി വീണു എന്ന് പറയുന്നത് വ്യാജമാണ്. ശരീരത്തിലുടനീളം മർദ്ദനമേറ്റതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തൊക്കെയോ ചില മാരകമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച്
അത് ടോർച്ചർ ചെയ്തതിൻ്റെയും വ്യക്തമായ അടയാളമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൃത്യമായ ഒരു ആത്മഹത്യയാണെന്ന സൂചനയല്ല, പകരം ഇത് കൃത്യമായ ഒരു മർഡറാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ, ഫോറൻസിക് എവിഡൻസും ഉള്ളത്. എന്നിട്ടും ഈ വിഷയത്തിൽ യാതൊരുവിധ പോലീസ് നടപടിയും നിതിൻ രാജിൻ്റെ കുടുംബത്തിന് അനുകൂലമായി അല്ലെങ്കിൽ നിതിൻ രാജ് നീതി കിട്ടാൻ വേണ്ടി നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾ പ്രതിഷേധത്തോടു കൂടി ഈ ഹർത്താൽ നടത്തിയത്. ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും സമാധാനപരമായി നടന്നൊരു ഹർത്താലായിരുന്നു ഇത്. പക്ഷേ നമുക്കറിയാം മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ ഹർത്താലിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ ഇതിനെതിരായിട്ട് ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ പറയാൻ കഴിയും? ഈ പ്രചരണം ഇന്ന് വ്യാപകമായി മീഡിയകളിൽ ഉയർത്തപ്പെടുകയാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം, കാരണം ഈ ഹർത്താൽ നടത്തിയത് ഞങ്ങളാണ്, കേരളത്തിലെ ദലിത് സംഘടനകളാണ്, ദലിത് പ്രസ്ഥാനങ്ങളാണ്. ആ നിലയ്ക്ക് സ്വാഭാവികമായും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം. തിരുവല്ലയിൽ ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ തടയുന്നുണ്ട്. കാരണം 10 ദിവസം മുമ്പേ ഈ ഹർത്താൽ ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും വ്യാപാരി വ്യവസായികൾക്കും അതേപോലെ വിവിധ ഏജൻസികൾക്ക്, ബസ് ഓപ്പറേറ്റർ അസോസിയേഷന് ഒക്കെ ഞങ്ങൾ രേഖാമൂലം ഞങ്ങളിങ്ങനെ ഹർത്താൽ നടത്തുന്നു എന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തതാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഈ ഹർത്താലുകളുടെ സ്വഭാവം അനുസരിച്ച് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനോട് സഹകരിക്കുക എന്ന ഒരു പൊതു ധാർമ്മികതയാണ് പൊതുവെ പുലർത്തി വരുന്നത്. അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയുന്നു. അത് സമരത്തിൻ്റെ ഭാഗമാണ്. ഹർത്താലുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹർത്താൽ വിജയിപ്പിക്കാൻ സമാധാനപരമായി വാഹനങ്ങൾ തടയേണ്ടി വരും, ഒപ്പം കടകൾ അടയ്ക്കേണ്ടി വരും. മറ്റ് പാർട്ടികൾ നടത്തിയ ഹർത്താലുകളിൽ ഒരു ബലപ്രയോഗവുമില്ലാതെ മുന്നേ കൂട്ടി തന്നെ നമ്മുടെ നാട്ടിലെ കടകൾ അടച്ച് സഹകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അത് വ്യവസ്ഥാപിതമായ പാർട്ടികളാണ്, സംഘടിതമായ ശക്തിയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കടകൾ സ്വമേധയാ അടച്ച് സഹകരിക്കുന്നു. ബസ്സുകൾ നേരത്തെ കൂട്ടി തന്നെ നിരത്തിലിറങ്ങാതെ അവർ ഒഴിച്ചിടുന്നു. പക്ഷേ ഈ ദലിത് ആദിവാസി വിഭാഗങ്ങൾ നടത്തിയൊരു ഹർത്താലായതുകൊണ്ട് ഇതിനെ ഗൗരവമായി കണക്കിലെടുക്കാനോ ഈ ഹർത്താൽ ഉയർത്തിയ ന്യായമായ നീതിയുടെ പ്രശ്നത്തെ ധാർമ്മികമായി പിന്തുണയ്ക്കാനോ തയ്യാറാകാതെ വളരെ പരിഹാസ്യവും നിഷേധാത്മകവുമായ ഒരു സമീപനം ഈ ഹർത്താലിന് നേരെ അങ്ങിങ്ങായിട്ട് ചില വ്യാപാരി വ്യവസായികൾ, പ്രത്യേകിച്ചും അതിൻ്റെ വ്യാപാരി വ്യവസായികൾ പ്രാദേശികമായി പലയിടത്തും സഹകരിക്കാനാണ് ശ്രമിച്ചതെങ്കിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വം ഹർത്താലിനോട് സഹകരിക്കില്ല എന്നും കടകൾ തുറക്കുമെന്നും പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ബസ്സുകൾ സ്വാഭാവികമായും നിർത്തിയിടേണ്ടതും അത് നിരത്തിലിറങ്ങാതെ സഹകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അല്ലെ KSRTC അടക്കം ബസ്സുകൾ ഇറക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ പലയിടത്തും പ്രതിഷേധിച്ചത്, അല്ലെങ്കിൽ അതിനെ തടഞ്ഞത്. തിരുവല്ലയിൽ ഈ രീതിയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും വരുന്നു. അവർ വരുമ്പോൾ അവർ രോഗികളാണെന്നോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ ക്യാൻസർ രോഗികളാണെന്നോ ഒന്നും ആർക്കും ഒരു ധാരണയുമില്ല. ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ തടഞ്ഞിട്ടാൽ ഞങ്ങളെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഞങ്ങളെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നതാണ്. സ്വാഭാവികമായിട്ടും ഹർത്താൽ മുന്നേ തീരുമാനിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവർ പ്രത്യേക രോഗികളാണെന്നുള്ള യാതൊരു ബോധ്യമില്ല. ഹർത്താൽ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ആര് വന്നാലും നിങ്ങൾ അറിയിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അറിയാത്തതുകൊണ്ട് തന്നെ ഹർത്താലിനെതിരെ വർത്തമാനം പറഞ്ഞപ്പോൾ അവരോട് പ്രതികരിച്ചു, ഇത് ഞങ്ങൾ നടത്തുന്ന ഒരു ഹർത്താലാണ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ ഞങ്ങൾ അയക്കുകയില്ല. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. പക്ഷെ പിന്നീടാണ് കുറേ കഴിഞ്ഞപ്പോൾ മീഡിയ, മലയാള മനോരമയുടെ ചാനൽ അവിടെ വരുന്നു. ഈ ചാനലുകാരോടാണ് യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ആശുപത്രിയിൽ പോകേണ്ടവരാണെന്നും അതേപോലെ പിന്നെ ക്യാൻസർ രോഗി ആണ് എന്നും. ഇവർ ആലുവയിൽ നിന്ന് ബസ് മാർഗമാണ് തിരുവല്ല വരെ വന്നത്. തിരുവല്ല വരെ വന്നിട്ട് KSRTCയിൽ വന്നിട്ട് തിരുവല്ലയിൽ നിന്നും അവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക്, പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്കോ വല്ലതും അവർക്ക് പോകണമെങ്കിൽ ഒന്ന് അവർ സീരിയസ് ആയിട്ടുള്ള, സാധാരണ ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആംബുലൻസുകൾ ഒഴിവാക്കുന്നു, അതുപോലെ പിന്നെ മെഡിക്കൽ ആവശ്യങ്ങൾ അവിടെ പ്രത്യേക ഇളവുകൾ കൊടുക്കുന്നു, പത്രങ്ങൾക്ക് ഇളവ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള അവശ്യ സർവീസുകളെ ഞങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അവശ്യ സർവീസാണെന്ന് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? ഒരു ആംബുലൻസിൽ രോഗി വരുമ്പോൾ, അല്ലെങ്കിൽ രോഗികളാണ് എന്ന രൂപത്തിൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ. ഇതില്ലാതിരിക്കുമ്പോൾ സ്വാഭാവിക യാത്രക്കാരെ പോലെ അവിടെ സ്വാഭാവികമായിട്ട് വന്ന് ഹർത്താലിനോട് പ്രതികരിച്ചാൽ അല്ലെങ്കിൽ അതിനെ തർക്കിച്ചാൽ ഉണ്ടാവുന്ന മറുപടിയാണ് ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള അജുമൻ ചാലക്കേരിയിൽ നിന്നും ഉണ്ടായ പ്രതികരണം. പക്ഷെ പത്രക്കാർ വരുമ്പോൾ അവരോട് പറയുന്നു ഇതേപോലെ ക്യാൻസർ രോഗികളാണെന്ന് പറയുകയും അവിടെ നിന്ന് അവർ ഇതേപോലെ ഹർത്താലിനെ അപലപിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പക്ഷെ അറിഞ്ഞ നിമിഷം തന്നെ
ഞങ്ങളുടെ പ്രവർത്തകർ, ഹർത്താലിൽ ഏർപ്പെട്ടിരുന്ന പ്രവർത്തകർ, അവർക്ക് പെട്ടെന്ന് തന്നെ അവർ പോകാനുള്ള അവസരം കൊടുക്കുകയും സ്വാഭാവികമായിട്ട് അവർ ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തത്. പിന്നീട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് സത്യത്തിൽ പോലീസിൻ്റെ അനാസ്ഥയാണ്. കാരണം അവിടെ കഴിയേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ രോഗികളാണ് എന്ന് അറിയുന്ന നിമിഷം ഒന്നുകിൽ മീഡിയക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് പെട്ടെന്ന് അതൊരു വാർത്തയാക്കി ചിത്രീകരിക്കാനും അവിടെ കുറേ സമയം അത് പിടിച്ചു വെച്ച് സമരത്തെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ പറയുന്ന രോഗികളായി പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് എടുത്ത് റെക്കോർഡ് ചെയ്ത് ലോകത്തെ അറിയിക്കുകയല്ല. അതിനകത്തൊരു വല്ലാത്ത ഒരു ജാതിപരമായ ഒരു മനോഭാവം, ഒരു മുൻവിധിയോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അവർക്ക് ആത്മാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മീഡിയക്കാരാണെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ആ വിവരം ഞങ്ങളോട് പറയാം. അത് ഇവർ രോഗികളാണ്, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ആ സമരത്തിൻ്റെ ഭാഗമായി പലരും രോഗികളാണെന്ന് അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമരക്കാരുടെ വാഹനം തന്നെ ഉപയോഗിച്ച ഒരു സ്ഥലമാണത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇവർക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാം, ഇവരിതുപോലെ ആശുപത്രി പോകേണ്ടവരാണ്. സ്വാഭാവികമായിട്ട് പോലീസ് പറഞ്ഞാൽ സഹകരിക്കുന്ന സമാനഭാവമാണ് ഞങ്ങൾ കേരളത്തിലൊട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായില്ല. അത് മനഃപൂർവ്വം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണ്. അജിമോൻ ചാലക്കരിക്ക് എതിരെ എടുത്തിരിക്കുന്നത് ബോധപൂർവമായ നരഹത്യക്കുള്ള കേസാണ്. വധശ്രമത്തിനുള്ള കേസാണ്. അങ്ങനെ ഒരു വധശ്രമം അല്ലല്ലോ. ഹർത്താലുമായി ബന്ധപ്പെട്ട റോഡ് ഉപരോധിക്കുന്നു, KSRTC ബസ് ഉപരോധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു പ്രശ്നമാണ്, ഒരു കൺഫ്യൂഷനാണ്, തെറ്റിദ്ധാരണയാണ്, നമ്മൾ അറിയാതെ വന്നതാണ്. പക്ഷേ എന്നിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഇതുപോലെ വധശ്രമത്തിന് കേസെടുത്ത് നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ അങ്ങനെ കേസ് ചാർജ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കിടക്കേണ്ട ഒരു കുറ്റവും അജിമോൻ ചാലക്കരി ചെയ്തിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിട്ടാണോ ഹർത്താൽ നടക്കുന്നത്? കേരളത്തിലെ എത്രയോ ഹർത്താലുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു പോലീസ് നടപടിയും ഒരു പോലീസ് ആക്ഷനും ദലിത് ആദിവാസി വിഭാഗങ്ങൾ ന്യായമായ ഒരു വിഷയത്തിൽ നിതിൻ രാജിന് നീതി ലഭിക്കാത്ത സന്ദർഭത്തിൽ അത് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പീസ്ഫുള്ളായ ഒരു സമരം ചെയ്യുമ്പോൾ മാത്രമാണോ ഇത്തരം നിയമ നടപടികളും പോലീസ് ആക്ഷനും? പലയിടത്തും പോലീസ് വളരെ ക്രൂരമായ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തകരോട് പെരുമാറിയത്, സമരക്കാരോട് പെരുമാറിയത്. ഇപ്പോൾ കണിയാപുരത്തുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, സർക്കിൾ ഇൻസ്പെക്ടർ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ ക്രിമിനലുകളെ പോലെ വലിച്ചിഴയ്ക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ജീപ്പിലേക്കൊക്കെ പിടിച്ച് മർദ്ദിച്ച് കയറ്റുകയും ചെയ്യുന്ന സീനുകളുണ്ട്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഈ ഹർത്താലിനെ പരമാവധി പരാജയപ്പെടുത്താനും ഹർത്താലിൽ ഏർപ്പെട്ട പ്രസ്ഥാനങ്ങളെ കുറച്ചുകൂടെ പീനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് സത്യത്തിൽ ഹർത്താലിനോട് സ്വീകരിച്ചത്. ഇപ്പം 2003 നമുക്കറിയാം, 2003 മുത്തങ്ങ വെടിവെപ്പിന് ശേഷം നടന്നിട്ടുള്ള ദലിത് ആദിവാസി വിഭാഗങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുള്ള 2003 മുത്തങ്ങ വെടിവെപ്പിൻ്റെ തൊട്ട ദിവസം നടന്നിട്ടുള്ള സമരം, ആ ഹർത്താലിനോടും ഈ രീതിയിൽ ഉള്ള ആ ഹർത്താൽ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളായിരുന്നു അന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്. എങ്ങനെയാണ് ഇതിപ്പോൾ ദലിത് ആദിവാസി വിഭാഗങ്ങൾ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ഹർത്താലുകൾ നമുക്കറിയാം. ഒന്ന് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഹർത്താൽ, ആ ഹർത്താലിൽ പങ്കെടുത്തിട്ടുള്ള പലരും, അതിന് നേതൃത്വം കൊടുത്തവരും അതിൽ ആഹ്വാനം ചെയ്തവരൊക്കെ കേസുകളിൽ അകപ്പെടുകയുണ്ടായി. 6-7 കേസുകളൊക്കെ പലർക്കും വന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ PFI നേതാക്കളുടെ വീട് റെയ്ഡും സ്ഥാപനങ്ങൾ റെയ്ഡും അറസ്റ്റും കഴിഞ്ഞതിൻ്റെ തൊട്ട ദിവസം നടന്നിട്ടുള്ള ഹർത്താൽ, അന്ന് സർക്കാർ ചെയ്തിട്ടുള്ള ഒരു നടപടി, അല്ലെങ്കിൽ അന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, അന്ന് KSRTC നിരത്തിലിറങ്ങാത്തതിൻ്റെ ഭാഗമായിട്ട് KSRTCക്ക് വന്നിട്ടുള്ള നഷ്ടം, ഹർത്താൽ ആഹ്വാനം ചെയ്ത ആൾക്കാരുടെ അവരുടെ എന്താ പറയുക, സ്വകാര്യ സ്വത്ത് കണ്ടുകെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ വല്ലതും ഈ ഹർത്താലിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ KSRTC പലതും ഓടാതിരുന്നിട്ടുണ്ട്. ഈ ഹർത്താൽ വിജയിച്ച സ്ഥലങ്ങളിലൊന്നും KSRTC ഓടിയിട്ടില്ല. അത്തരം നീക്കങ്ങൾ ഈ ഒരു ഹർത്താലിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിനകത്ത് ഈ സമരം ചെയ്യുക, പ്രക്ഷോഭം നടത്തുക എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ ഒരു അവകാശമാണ്. പക്ഷേ ഭരണഘടന അത്തരം ഒരു അവകാശം, സംഘടനാ സ്വാതന്ത്ര്യവും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ ഭരണഘടന കൊടുക്കുമ്പോഴും ഇത് ഈ രാജ്യത്തെ ദലിതർക്ക്, ആദിവാസികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും വകവെച്ച് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഭരണഘടന ഉറപ്പ് തന്നാലും അത് വയലേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നും, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും, പോലീസിൻ്റെ ഭാഗത്തു നിന്നും, പൊതുവെ ഉള്ള ഈ രാജ്യത്തെ വരേണ്യ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ദലിതരോടും പിന്നോക്ക ന്യൂനപക്ഷങ്ങളോടും പുലർത്തി വരുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ
ഡെലിബറേറ്റായിട്ട് ആരെയും ഈ ഹർത്താലിൽ ഒരാളെ പോലും ആക്രമിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും വധശ്രമത്തിന് കേസെടുക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 2008-2009 കാലത്ത് ABVP-ക്കാർക്കെതിരെ നടന്നൊരു ലാത്തിച്ചാർജിനോട് പ്രതികരിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ ഹർത്താൽ നടത്തി. ആ ഹർത്താലിൽ കേരളത്തിലുടനീളം ട്രാൻസ്പോർട്ട് ബസ്സുകളും അതേപോലെ പോലീസ് ജീപ്പുകളും വ്യാപകമായി തല്ലി തകർത്തു. 10-24 പോലീസ് ജീപ്പുകൾ തല്ലി തകർത്ത ഒരു സംഗതിയായിരുന്നു. ആ 100 കണക്കിന് KSRTC ബസ്സുകൾ വ്യാപകമായി തകർക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ 100 കണക്കിന് BMS-ന്റെ ആൾക്കാരുടെയും RSS പ്രവർത്തകരുടെയും എതിരെ കേരള പോലീസ് കേസെടുക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തു. അവരെ കാണാൻ സാക്ഷാൽ അദ്വാനി അടക്കം കേരളത്തിൽ വന്ന് വിസിറ്റ് ചെയ്ത സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ വലിയ ഡിമോറലൈസേഷൻ ഉണ്ടായില്ല. ആ സമരമൊക്കെ വലിയ ആഘോഷിക്കുകയാണ് ചെയ്തത് കേരളം. അതൊരു വലിയ മോശമായിട്ടോ ഒന്നും ചിത്രീകരിച്ചില്ല. അതേപോലെ നിങ്ങൾ നോക്കൂ, മറ്റൊരു സമരമാണ് 2019 ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇവിടെ നടന്ന ഒരു വരേണ്യ ജാതി സമൂഹം, പ്രത്യേകിച്ച് NSS യഥാർത്ഥ പ്രഖ്യാപിച്ച ഒരു സമരമാണ്. അങ്ങനെയാണല്ലോ. നാമജപ ഘോഷയാത്ര എന്ന പേരിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കോടതിക്കെതിരെയും വളരെ വൾഗറായിട്ടുള്ള മോശപ്പെട്ട മുദ്രാവാക്യങ്ങളും അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ടാണ് ആ സമരം അരങ്ങേറിയത്. 1.4 കോടി രൂപയുടെ നാശനഷ്ടമാണ് എസ്റ്റിമേറ്റ് നമ്മുടെ മുമ്പിലുള്ളത്. 1.4 കോടി രൂപയുടെ നാശനഷ്ടം. അതിൻ്റെയൊക്കെ അറിയാമല്ലോ, വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വലിയ ബസ്സുകൾ കത്തിക്കുന്ന സംഭവം ഉണ്ടായി. 79 ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് അന്ന് നശിപ്പിച്ചത് കേരളത്തിലുടനീളം. ഏതാണ്ട് 14ഓളം പോലീസ് ജീപ്പുകൾ, 19 പോലീസ് ജീപ്പുകൾ കത്തിക്കുകയും തകർക്കുകയും ചെയ്തു. വഴിയാത്രക്കാരായ 15ഓളം പേരുടെ തല തല്ലി പൊട്ടിച്ചു. ഇത്ര നീചമായി അരങ്ങേറിയ ഒരു സമരം. എന്നിട്ട് ആ സമരം നടത്തിയ ആ സംഘടനയുടെ വക്താക്കളാണ് ഇവിടെ വന്നിരുന്ന് തിരുവല്ല പറയുന്നുണ്ട് ഈ ഹർത്താൽ വലിയ അക്രമമാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നേരെ മറിച്ച് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു ഹർത്താൽ നടന്നപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെടുത്തി നാമജപ ഘോഷയാത്രയും ഇതേപോലെ സംഘപരിവാർ സംഘടനകളുടെ സഹായത്തോടെ നടത്തിയ ആ ഹർത്താലിൽ പോലീസ് എങ്ങനെയാണ് പെരുമാറിയത് നമുക്കറിയാം. പോലീസ് ബാരിക്കേഡ് തീർത്തപ്പോൾ പോലീസിനെതിരെ ചെന്നു അതിശക്തമായ ബലപ്രയോഗം, ആക്ഷേപം, മുഖ്യമന്ത്രിയുടെ ജാതി പറഞ്ഞ് ആക്ഷേപം, ഇതെല്ലാം ഉണ്ടായപ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്. പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് പ്രകോപനം നടത്തിയ സമരക്കാരോട് സമാധാനപരമായി കയ്യും കെട്ടി നോക്കി നിന്ന് സഹിക്കുന്ന ചിത്രമാണ്. അതല്ല, പൊതുജനങ്ങളെ ഇപ്പൊ ഇവിടെ ബാബുരാജടക്കം ആക്രമിക്കപ്പെടുണ്ടായി. അപ്പൊ പലരും ആക്രമിക്കുമ്പോ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, 15 പേരെ തലതല്ലി പൊട്ടിക്കുമ്പോഴും പോലീസ് അനങ്ങിയില്ല. അപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന ഈ വരേണ്യ വിഭാഗങ്ങൾ നടത്തിയ സമരങ്ങൾ, പ്രത്യേകിച്ച് സംഘപരിവാർ സംവിധാനങ്ങൾ നടത്തിയ സമരങ്ങളിൽ അതിനനുകൂലമായി നിൽക്കുന്ന സമീപനം പോലീസ് സ്വീകരിക്കുമ്പോഴാണ് നേരെ മറിച്ച് കേരളത്തിലെ ആദിവാസികൾ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ അവർ നേരിട്ടത് വളരെ നീചമായിട്ടും പൈശാചികമായിട്ടുമാണ്. അത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. മറ്റൊന്ന്, ന്യൂനപക്ഷ സമൂഹങ്ങൾ, മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അവർ നടത്തിയ പൗരത്വ പ്രക്ഷോഭമായി നടത്തിയ ആ ഹർത്താലിൻ്റെ പേരിൽ ആയിരക്കണക്കിന് കേസുകൾ എടുത്തു. ഇപ്പോഴും ആ കേസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല നിലയ്ക്കും ആ ഒരു വേട്ടയാടി പോലീസ്. ഒടുവിൽ PFIയുടെ സമരം, ഇവിടെ പരാമർശിച്ച സമരത്തിന്മേൽ നേരത്തെ ഈ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ നടത്തിയപ്പം അതിൻ്റെ പേരിൽ ആരുടെ സ്വത്ത് കണ്ടുകെട്ടിയില്ല. അല്ല, അതിന് തമാശയുണ്ട്. ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വർ നടത്തിയ സമരത്തിൽ ബസ്സുകൾ എറിഞ്ഞ് തകർത്തതും സർക്കാരിന്റെ ജീപ്പുകൾ എറിഞ്ഞ് തകർക്കും ചെയ്തതിന്റെ നഷ്ടപരിഹാരമാണ്. വാസ്തവത്തിൽ ഈ PFIയുടെ അല്ലെങ്കിൽ ഈ മുസ്ലിം സംഘടനകൾ നടത്തിയിട്ടുള്ള ഹർത്താലില് വാഹനങ്ങൾ ഓടാത്തതിന്റെ ഭാഗമായിട്ടുള്ള നഷ്ടം. അതാണ് KSRTC ഇറങ്ങിയിട്ടില്ല വാഹനം, എന്നിട്ടും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു നഷ്ടം നിർണ്ണയിക്കുകയാണ്. ഇത് മുസ്ലിം സംഘടനകളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്കറിയാം, 1992 ഡിസംബർ 6-ാം തീയതി 450 വർഷക്കാലം പഴക്കമുണ്ടായിരുന്ന ബാബരി മസ്ജിദ് സുപ്രീം കോടതി വിലക്കിയിട്ടും നമ്മുടെ രാജ്യത്ത് തട്ടിത്തകർക്കാൻ നേതൃത്വം കൊടുത്തവർ അധികാരത്തിൽ ഇരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിലുള്ള നഷ്ടം, ഗുജറാത്തിൽ 2000-ഓളം മനുഷ്യരെ പച്ചയായിട്ട് DGPയുടെ ചുമതല ഉണ്ടായിരുന്ന RB ശ്രീകുമാർ, മലയാളിയാണ്, അതേപോലെ ഭട്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർ പോലും എതിർത്തു.
ഇത് തെറ്റാണെന്ന് പറഞ്ഞു. ഇപ്പോഴും അവർ അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നഗ്നമായി ഇന്ത്യയുടെ മുമ്പിൽ അരങ്ങേറിയ വലിയ തരത്തിലുള്ള വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിൻ്റെ പേരിൽ അതിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന, ഇന്ന് ഉന്നതമായ അധികാര സ്ഥലങ്ങളിലിരിക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ വളരെ കൃത്യമായ വംശീയമായ മുസ്ലിം വിരുദ്ധ, ദളിത് വിരുദ്ധ, ആദിവാസി മനോഭാവങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ അവർ പുലർത്തുന്നത്. മറ്റൊന്ന് നോക്കൂ, ഡോക്ടർ അംബേദ്കർ കൊച്ചുമോൻ തെട്ടുമ്പിള അടക്കമുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത് എന്തിനാണ്? ഭീമ കൊറേഗാവിൻ്റെ 200-ാം വാർഷികത്തിൽ എദ്ഗാർ പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിൻ്റെ പേരിലാണല്ലോ മലയാളിയായ സ്റ്റാൻ സ്വാമി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. സായിബാബ, പ്രൊഫസർ സായിബാബയെ, ഡോക്ടർ സായിബാബയെ ജയിലിലടച്ചത്. ഇങ്ങനെ എത്ര മലയാളിയായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഹനിബാബു അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത്, അർബൻ നക്സലേറ്റ് എന്ന് വിളിച്ചത്. അവരാരെയും ഒരു അക്രമവും നടത്താത്തവരാണ്. അപ്പോൾ ഇവിടെ ഇൻ്റലക്ച്വൽസിനെ ഇങ്ങനെ ചെയ്യുന്നു, അവരെ പൈശാചികവൽക്കരിച്ച് നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ. അതുപോലെ ഇവിടെ വന്നിരുന്ന് ടി വിയിൽ വന്നിരുന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ സംഘപരിവാറിന് വേണ്ടി നുണ പറയുക, ദലിത് ആദിവാസി ഇൻ്റലക്ച്വൽസിനെ അധിക്ഷേപിക്കുക, ഈ രീതിയിലുള്ള അത്തരം തൊഴിലാക്കിയെടുത്ത ഒരുത്തനുണ്ടല്ലോ ശ്രീജിത്ത് പണിക്കര, ഇയാളെ പോലുള്ളൊരു വർഗീയവാദി വന്നിട്ട് പച്ച നുണ പറയുന്നു. കേരള സമൂഹത്തെ വാചാടോപങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ മറുപടി പറയണം. ബാബരി മസ്ജിദ് തകർത്തത് ആരാണ്? ഗോവിന്ദ് പൻസാരെ കൊന്നത് ആരാണ്? നമുക്കറിയാം, കൽബുർഗി ഹംപി സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ വീട്ടിൽ ചെന്ന് വെളുപ്പിനെ കോളിംഗ് ബെല്ല് അടിച്ച് തുറന്നിട്ട് ഡോർ തുറന്നപ്പോൾ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് ഇയാളുടെ ശ്രീജിത്ത് പണിക്കരുടെ സംഘടനയിൽപ്പെട്ടവരല്ലേ? ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന വനിതാ പത്രപ്രവർത്തക ജേർണലിസ്റ്റിനെ കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയി കൊലപ്പെടുത്തിയത്. അപ്പം മതേതരത്തിന് വേണ്ടി നിലകൊണ്ട, അതേപോലെ സത്യസന്ധമായി നിലകൊണ്ട എത്ര മാധ്യമ പ്രവർത്തകരെ പോലും വേട്ടയാടിയ രാഷ്ട്രീയത്തിൻ്റെ, ഫാഷിസത്തിൻ്റെ പ്രതിനിധികളാണ് പച്ചയായി വന്ന് നിതിൻ രാജിന് നീതി കിട്ടാൻ വേണ്ടി നടന്ന പീസ്ഫുള്ളായ ഒരു ഹർത്താലിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ നേതാക്കളെയും അതിൽ പങ്കെടുത്തവരെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ പുറത്തു വരുന്നത് വളരെ കൃത്യമായ കേരള സമൂഹം വെച്ചു പുലർത്തുന്ന, കേരളത്തിലെ വരേണ്യ ഈ സമൂഹങ്ങൾക്കുള്ള ജാതിയാണ് കൃത്യമായി. അപ്പോൾ ഇവിടെ പോലീസിന് നമുക്കറിയാം, പോലീസിന്റെ പെരുമാറ്റത്തിൽ ജാതിയുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് ഈ ഹർത്താലിൽ കാണാൻ കഴിഞ്ഞത് കോടതി സ്വമേധയാ കേസെടുക്കുക എന്നുള്ള നിലയ്ക്കാണ്. കോടതി 10-11 മണിയാകുമ്പോഴേക്കും കോടതിയാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ അത് അവിടെയാണ് ഒരു ചോദ്യം. കേരളത്തിൽ നേരത്തെ നടന്ന ഹർത്താലുകളിൽ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഹർത്താലുകൾ വലിയ നാശനഷ്ടം ഉണ്ടായി. പ്രത്യേകിച്ച് 2009 ഈ പറയുന്ന ശബരിമല വിഷയത്തിലുണ്ടായ ഹർത്താലിൽ ഇത്രയും പൊതുമുതൽ നശിപ്പിച്ചല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞു, 1.4 കോടി രൂപയുടെ സ്വത്ത് നശിപ്പിക്കുകയും 79 KSRTC ബസ്സുകൾ തകർക്കുകയും 14 പോലീസ് ജീപ്പുകൾ തകർക്കുകയും പലരെയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ എന്തുകൊണ്ടാണ് സുവോമോട്ടോ ഒന്നും പ്രയോഗിക്കാൻ കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ തയ്യാറാകാതിരുന്നത്? അപ്പോൾ കോടതിക്കും കൃത്യമായ ജാതിയുണ്ട് എന്നും, ദളിതരായാൽ അവരോടുള്ള സമീപനത്തിൽ ജുഡീഷ്യറിക്ക് പോലും യാതൊരു വിധമായ മാറ്റമില്ല എന്നും അവർ പുലർത്തുന്നത് തികഞ്ഞ യാഥാസ്ഥിതികമായ ദളിത് വിരുദ്ധ മനോഭാവം തെളിവാണ്. കോടതി ഇങ്ങനെ പറഞ്ഞ് 3 മണിക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയായപ്പോഴത്തേക്കാണ് 6 മണി വരെ ഉള്ളൂ. അപ്പോൾ 3 മണിക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി വളരെ മോശമായ രീതിയിലാണ് കോടതി പെരുമാറിയത്. അല്പം പോലും ഭരണഘടനാപരമായ ധാർമ്മികത പുലർത്താത്ത ഒരു സമീപനമാണ് കോടതി സ്വീകരിച്ചത്. കോടതി ഒട്ടും പോലും നീതിപൂർവമായൊരു നടപടിയല്ല കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ കോടതികൾ പൊതുവെ ഇപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കേരള നമുക്കറിയാം, ചെന്നൈ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന ജസ്റ്റിസ് കർണൻ ജഡ്ജായിരുന്നല്ലോ. ആ ജസ്റ്റിസ് കർണൻ ഒരു കത്തെഴുതിയതേ ഉള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ഇതാ സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാരും അഴിമതിക്കാരാണ്, ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതിയതിൻ്റെ പേരിൽ, എഴുതിയത് കർണനായതുകൊണ്ട് ജഡ്ജി ആയിരുന്നിട്ട് പോലും അയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് സുപ്രീം കോടതി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അതിന് തൊട്ട് പുറകെ നമ്മുടെ മലയാളി ജഡ്ജിമാരടക്കം 15 ജഡ്ജിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുപ്രീം കോടതിക്കെതിരെ സമരം നടത്തിയപ്പോൾ സവർണരായതുകൊണ്ട്, വരേണ്യരായതുകൊണ്ട് ഒരക്ഷരം പോലും കോടതി ഉരിയാടിയതുമില്ല. അപ്പോൾ കോടതിക്ക് പോലും നഗ്നമായ ജാതി ഉണ്ട് എന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഹർത്താലിനും ജാതി ഉണ്ടെന്ന് വന്നിരിക്കുന്നു. കാരണം ഹർത്താൽ നടത്തുന്നത് ദലിതരായാൽ അതിനെ കാണുന്നത് മറ്റൊരു ജാതി കണ്ണിലൂടെയാണ്. ഏറ്റവും വലിയ തമാശ, സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് നമുക്കറിയാം, വളരെ വളരെ ജീവൻ കൊടുത്തിട്ടുള്ള സമരം നടത്തിയിട്ടാണ് ദലിത് വിഭാഗങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഹർത്താൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് സത്യത്തില് താരതമ്യം എന്നൊക്കെ പറയുന്നത്, സഞ്ചാരം
സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ജാതിയുടെ പേരിൽ ഇവിടുത്തെ അയിത്തജാതിക്കാരാക്കപ്പെട്ടവൻ പൊതുനിരത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ജാതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങളുണ്ടായത്. എന്നാൽ ഇവിടെ ദലിതർ നടത്തിയ ഈ ഹർത്താലിൻ്റെ ലക്ഷ്യം എന്താണ്? നീതി കിട്ടാതെ വന്നപ്പോൾ അതൊരു വിഷയത്തിൽ മാത്രമല്ല, രജനീയ സാനന്ദ് കൊല ചെയ്യപ്പെട്ടു. കേരളത്തിലെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഇരയാണ്. അപ്പം ഇന്നിപ്പോൾ ആധുനിക ലോകത്ത് യൂറോപ്പിൽ നോക്കൂ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പല നിരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കൊടുത്തുകൊണ്ട് സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോലും വളരെ വലിയ സഹായത്തോടെ എയ്ഡ് മേടിച്ച് മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു. അവിടെ ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചെന്നുണ്ടായിരിക്കുന്ന ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സംസ്കാരമാണ്. വ്യക്തികൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കാൻ കഴിയുന്നു, അവരുടെ വിമോചനാത്മകമായ ആശയങ്ങളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് കഴിയുന്നു. ഈ ജെൻഡർ, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ക്യാമ്പസുകളിൽ വന്ന് ക്ലാസ് റൂമിൽ വന്ന് അവൻ്റെ സ്വത്വത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന വളരെ ലിബറേറ്റീവായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷനാണ് ലോകം ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഹിജാബ് ധരിച്ചാൽ അത് ക്യാമ്പസിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ ആറ്റിറ്റ്യൂഡാണ് മുസ്ലിം കുട്ടികൾ ഹിജാബ് ഇടുമ്പോൾ അതിനെ വിമർശിക്കുന്നു, അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അതേപോലെ JNU അടക്കമുള്ള അല്ലെ ജാമ്യ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പൗരത്വ പ്രക്ഷോഭ കാലത്ത് സ്വാഭാവികമായും പ്രതികരിച്ചതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു. ഇന്നും അതിൻ്റെ പേരിൽ മുസ്ലിം വിദ്യാർത്ഥികൾ ജയിലിൽ കിടക്കുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ രോഹിത് വെമുലയുടെ കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. എന്തുകൊണ്ട്? രോഹിത് വെമുല ഒരു വിദ്യാർത്ഥി എന്നതിനൊപ്പം ഈ പറയുന്ന അക്കാദമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇത്തരം അസമത്വം നിറഞ്ഞ സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടിയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഇന്ത്യൻ ക്യാമ്പസുകളിലെ ദലിത് വിദ്യാർത്ഥികൾ, മുസ്ലിം വിദ്യാർത്ഥികൾ, പിന്നോക്ക വിദ്യാർത്ഥികൾ അവർ സാമൂഹ്യനീതിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് കലഹിക്കുന്നു, അവർ വിമർശിക്കുന്നു. ആ വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിട്ടിക്കൽ പെഡഗോഗിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ആധുനിക വിദ്യാഭ്യാസം. പക്ഷെ അവിടെയാണ് ഈ വരേണ്യരായ അധ്യാപകർ അവരുടെ ജാതിയുടെയും അസമത്വത്തിൻ്റെയും പുനരുൽപാദന കേന്ദ്രങ്ങളായി മാറ്റുന്നു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, ഈ സ്വാശ്രയവൽക്കരണവും വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണവും കച്ചവടവൽക്കരണവും അറിവിൻ്റെ കമ്പോളവൽക്കരണവും എല്ലാം കൂടി ഈ ക്യാമ്പസുകളിൽ നിന്ന് ദലിതരെയും ആദിവാസികളെയും പാവപ്പെട്ട പിന്നോക്ക ന്യൂനപക്ഷ വിദ്യാർത്ഥികളെയും ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അസ്മി എന്ന് പറയുന്ന അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, അത്തരം ഒരു സംഘടന, അസ്മി എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് പഠിക്കുന്ന കാലത്ത് RECയിൽ വെച്ച് കേരളത്തിൽ രൂപം കൊടുത്ത ഒരാളാണ് താങ്കൾ, അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. എങ്ങനെ കാണുന്നു ആ കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയവും ഈ കാലത്തെ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ രോഹിത് വെമുല ആക്ട് നടപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ കാണുന്നു അതിനെന്ന്? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പം അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചുകൊണ്ട് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ദലിത് വിദ്യാർത്ഥികൾ ഒന്നിച്ചു വരുന്നു. ആ സമയത്തും ഇതേപോലെയുള്ള വിക്ടിമൈസേഷൻ, ഇന്റേണൽ അസസ്മെന്റ് പോലെയൊക്കെയുള്ള മാർക്കുകൾ ദലിത് വിദ്യാർത്ഥികളായി ഞങ്ങൾക്ക് ലഭിക്കാറില്ല. മാത്രമല്ല അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ 2 തരം സ്റ്റാൻഡേർഡാണ്. ക്ലാസ് റൂമിൽ വെച്ച് മാത്രമാണ് അധ്യാപകരെ സമീപിക്കാൻ ഒരു പരിധിവരെ ഞങ്ങൾക്ക് കഴിയുന്നത്. അവിടെ പോലും പ്രോത്സാഹനജനകമായ സമീപനം ഞങ്ങളോട് ഉണ്ടാകാറില്ല. നേരെ മറിച്ച് വരേണ്യരായ വിദ്യാർത്ഥികൾക്ക്, സവർണ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യമായി ഈ പറയുന്ന അവരുടെ അധ്യാപകരെ കാണാനും അവരുടെ പിന്തുണ കിട്ടാനുമുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പല ഇൻസൾട്ടുകളുണ്ട്. അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നിലയിലാണ് ഞങ്ങൾ RECയിൽ വരുന്നത്, അത്തരത്തിൽ അസ്മി ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അംബേദ്കറൈറ്റ് സ്വഭാവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിച്ചതിന് വലിയ വിക്ടിമൈസേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത്തരം വിക്ടിമൈസേഷന് ഇന്നൊരു 10-35 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും ക്യാമ്പസുകളിൽ ഇപ്പോഴും കാസ്റ്റ് അതുപോലെ തന്നെ നടമാടുന്നു. കുറച്ചുകൂടെ ശക്തവും തീവ്രവുമായ ഒറ്റപ്പെടുത്തലുകളും വിക്ടിമൈസേഷനും ഇന്ന് ഇന്ത്യൻ ക്യാമ്പസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും അതേപോലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുമുള്ള ജാതി പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ത്യൻ IITകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിത്തം നിർത്തി ജാതി അധിക്ഷേപം മൂലം മാനസികമായി തകർന്ന് ഇറങ്ങിപ്പോയത് ഏതാണ്ട് 13,500ഓളം SC ST OBC വിദ്യാർത്ഥികളാണ്.
നമുക്കറിയാം തമിഴ്നാട്ടിലെ IIT-യിൽ ഫാത്തിമ ഇൻസൾട്ടീവ് ഫാത്തിമ ലത്തീഫ് ഇതുപോലെ ജാതി തന്നെയാണ് മുസ്ലിം കുട്ടികൾ അനുഭവിക്കുന്നത്. വംശീയതയുടെ ജാതീയതയുടെ മറ്റൊരു തരം ഒറ്റപ്പെടുത്തലാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. അതുപോലെ പായൽ തദ്വി ട്രൈബൽ മുസ്ലിമാണ്, ട്രൈബ് മുസ്ലിമാണ്. ആ പായൽ തദ്വി ബോംബെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചെന്നിട്ട് ജാതിപീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പായൽ തദ്വി. ആ പായൽ തദ്വിയുടെ അമ്മയും രോഹിത് വെമുലയുടെ മാതാവും കൂടി കൊടുത്ത പരാതിയിന്മേലാണ് സുപ്രീം കോടതി UGCയോട് കർശനമായി UGC ആക്ട് നടപ്പിലാക്കണം, 2012 ആക്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. UGC എന്ത് കൊണ്ടുവന്നു? ഇക്വിറ്റി കോഡ് എന്ന് പറഞ്ഞ പുതിയൊരു നിയമം കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഉത്തരേന്ത്യയിലെ വരേണ്യ വിദ്യാർത്ഥികൾ ബ്രാഹ്മൺവാദ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പ്രക്ഷോഭരംഗത്തിറങ്ങി. നിയമം കൊണ്ടുവരാൻ പറഞ്ഞ സുപ്രീം കോടതി തന്നെ ആ നിയമം സ്റ്റേ ചെയ്തു. കഴിഞ്ഞ ജനുവരി 19 ഇക്വിറ്റി കോഡ് നടപ്പിലാകുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ആ ജനുവരി കഴിഞ്ഞ് 3 മാസം തികയുന്നതിന് മുമ്പല്ലേ ഒരു ക്യാമ്പസിൽ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയായ നിതിൻ രാജ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സിസ്റ്റവും ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് അത് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ ക്യാമ്പസുകളിൽ വലിയ നിലക്കുള്ള ജാതി പീഡനങ്ങളും ദളിത് ഈ ആദിവാസി വിഭാഗങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വളരെ ക്രൂരമായ സമീപനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന് ഇന്ത്യയിലെമ്പാടും ദളിത് പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ വെമുല ആക്ട് നടപ്പിലാക്കി, മന്ത്രിസഭ അത് പാസ്സാക്കി, ഇപ്പോൾ ഇനാക്ട് ചെയ്തു. എന്നിട്ടും ഈ പുരോഗമനം പറയുന്ന നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് 10 വർഷക്കാലം പിണറായി ഭരിച്ച കേരളത്തിൽ വെമുല ആക്ട് നടപ്പിലാക്കാൻ അവർ യാതൊരു വിധമായ ആത്മാർത്ഥതയും കാണിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് SC/ST വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകൾ, ലംസം ഗ്രാൻറ്റുകൾ, ഗ്രാൻറ്റുകൾ ഇത് മുഴുവൻ അട്ടിമറിച്ച ചരിത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ CAG റിപ്പോർട്ടുണ്ട്, 2023-24 CAG റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ബോധപൂർവം വൈകിക്കുകയും അത് ലാപ്സാക്കുകയും ചെയ്തതിൽ കേരളത്തിലെ ബ്യൂറോക്രസി, പ്രത്യേകിച്ച് പട്ടികജാതിപ്പെട്ട വകുപ്പിൻ്റെയൊക്കെ തലപ്പത്തുള്ള സവർണരായ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന CAG റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും സർക്കാർ ഒരു നടപടിയെടുത്തില്ല. നമ്മുടെ മുമ്പിലുള്ള കണക്ക് പ്രകാരം 150-ലധികം SC/ST വിദ്യാർത്ഥികളാണ് ഗവേഷണ മേഖലയിലടക്കം പഠിക്കുന്നവർ പഠിപ്പ് നിർത്തി ഡ്രോപ്പ് ഔട്ടായി ഇന്ന് കോളനികളിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇത്ര ക്രൂരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിതിൻ രാജിൻ്റെ സംഭവം പോലും ഗ്രാൻറ്റ് നിഷേധത്തിൻ്റെ കൂടെ ബലിയാടാണ്. വായ്പ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അഡ്മിഷൻ കിട്ടിയപ്പോൾ 40,000 രൂപ കെട്ടി വെക്കേണ്ടി വന്നു. പിന്നെ പല സന്ദർഭത്തിലും ആ പാവപ്പെട്ട കുടുംബത്തിന് പണം മുടക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞ സർക്കാർ SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ആ എൻകറേജ്മെൻറ്റ്, സാമ്പത്തിക സഹായങ്ങൾ സമയബന്ധിതമായി കൊടുക്കാത്തതിൻ്റെയും ഈ വിദ്യാഭ്യാസം പൂർണ്ണമായി ഇനി പ്രൈവറ്റൈസ് ചെയ്യുന്നതിൻ്റെയും കൂടെ ഒരു ഇമ്പാക്റ്റാണ് ദളിത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതേപോലുള്ള ദുരന്തങ്ങളും. ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ ഒരു ഹർത്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദളിത് വിഭാഗങ്ങൾ ഒരു വലിയ ഐക്യം കോർഡിനേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാധ്യത ആയിട്ട് മാറിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ ഹർത്താൽ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, അതിനൊരു സാധ്യത എങ്ങനെ കാണുന്നു? ചിലർ ദളിതരാദ്യമായി നടത്തിയ ഒരു ഹർത്താലാണെന്ന നിലയിൽ ചില മീഡിയാസോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചരിത്രം അറിയാത്ത കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങളുടെ ഒന്നും ചരിത്രത്തെ സത്യസന്ധമായി അടയാളപ്പെടുത്താനോ അതിനെ രേഖപ്പെടുത്താനോ കേരളത്തിലെ പൊതുവെ ഈ വരേണ്യ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ കേരളത്തിലെ ദളിതർ നടത്തുന്ന ആദ്യത്തെ ഹർത്താലല്ല ഇത്. തൊട്ടു മുമ്പൊരു ഹർത്താൽ നടന്നിരുന്നു. 2018 കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായ ഒരു ഹർത്താൽ നടത്തി. അതിൻ്റെ കാരണം സുപ്രീം കോടതി അട്രോസിറ്റീസ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, പട്ടികജാതി വർഗ അതിക്രമം വെള്ളം ചേർത്തു. ആ വെള്ളം ചേർത്തതിനെതിരെ ഉത്തരേന്ത്യയിലെ ദളിതർ ബന്ദ് പ്രഖ്യാപിച്ചു. ആ ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ ബന്ദ് നിരോധിച്ചിരുന്നു. അതിലും ദളിതർ ഒരു ഘടകമാണ്, ഞാനത് പിന്നെ പറയാം. അന്ന് ആ ബന്ദ് ഇവിടെ പറ്റാത്തതുകൊണ്ട് നമ്മൾ എല്ലാ കേരള KDP അടക്കമുള്ള ദളിത് പാന്തേഴ്സ് അടക്കമുള്ള കേരളത്തിലെ ജനകീയ ദളിത് പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സമരരംഗത്ത് വരികയും ആ ഹർത്താൽ വിജയിക്കുകയും 2018 ഹർത്താൽ കേരളത്തിൽ ശക്തമായി ദളിതർ അവരുടെ ശക്തി തെളിയിച്ചൊരു ഹർത്താലാണ്. 9 പേരെ ഉത്തരേന്ത്യ വെടിവെച്ചു കൊന്നു. അതിൽ പ്രതികരിച്ചുകൊണ്ടും കൂടിയാണ് നമ്മളിവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അന്ന് അതിൻ്റെ ഭാഗമായി KDPയുടെ പ്രവർത്തകർ കേരളത്തിൻ്റെ പല ജില്ലയിലും പോലീസ് നടപടിക്കും പീഡനത്തിനും വിധേയരായിട്ടുണ്ട്. അതിനു മുമ്പ് 1997 കേരള ചരിത്രത്തിലെ അവസാനത്തെ ബന്ദ് നടത്തിയത് ദളിത് പ്രസ്ഥാനങ്ങളാണ്. ചില മീഡിയാസ് നക്സലേറ്റുകൾ അങ്ങനെ ബന്ദ് നടത്തിയിട്ടില്ല കേരളത്തിൽ. ബന്ദ് നടത്താനും മാത്രം ശേഷി കേരളത്തിലെ ഏതെങ്കിലും നക്സലേറ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജനകീയത ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. 97 ഒരു സംഭവം ഉണ്ടായി.
മഹാരാഷ്ട്രയിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രതിമയിൽ ബോംബെയിൽ ചെരുപ്പുമാല ചാർത്തി ജാതി ഹിന്ദുക്കൾ ആക്ഷേപിച്ചു. അതിനെതിരെ മഹാരാഷ്ട്രയിലെ ദളിത് പാന്ത പ്രസ്ഥാനത്തിൻ്റെ യുവ നേതൃനിര ശക്തമായി തെരുവിലിറങ്ങിയപ്പോൾ വിലാസ് വാഗ്മാരെ എന്ന് പറയുന്ന ഒരു പാന്ത പ്രവർത്തകനെ അവിടെ വെടിവെച്ച് കൊന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള ദളിത് പാന്തേഴ്സ് അടക്കമുള്ള ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ അടക്കമുള്ള കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ ഇന്ന് ഹർത്താലിൽ ഒരുപക്ഷെ അണിചേർന്നിരിക്കുന്ന പല ദളിത് പ്രസ്ഥാനങ്ങളും പിൽക്കാലത്ത് രൂപം കൊണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചോളം ഏതാണ്ട് 88 മുതൽ കേരള ദളിത് പാന്തേഴ്സ് ഉണ്ട്. അപ്പോൾ KDPയും അതേപോലെ മഹാനായ കലസുമാന സാറും പോൾ ചെറുക്കോട് സാറും നേതൃത്വം കൊടുത്ത IDF അടക്കമുള്ള കേരളത്തിലെ ആദ്യകാല ദളിത് പ്രസ്ഥാനങ്ങൾ DSS അടക്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അന്ന് ഞങ്ങൾ 97-ൽ കേരള ബന്ദ് പ്രഖ്യാപിച്ചത്. ആ ബന്ദ് ഒരു വിജയമായിരുന്നു. അതിൽ ന്യൂനപക്ഷ സംഘടനകൾ PDP അടക്കമുള്ളവരുടെ പിന്തുണ ആ ബന്ദിന് കിട്ടിയിരുന്നു. ബഹുജൻ സമാജ് പാർട്ടിയും അന്ന് ആ ബന്ദിന് ഏകദേശം പിന്തുണ നൽകിയിരുന്നു. എന്താണെങ്കിലും ആ ബന്ദിന് ശേഷമാണ് കേരള ഹൈക്കോടതി ബന്ദ് നിരോധിച്ചത്. അപ്പം ബന്ദ് എന്ന് പറയുന്നത് ഒരു സമര ആയുധമാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ ലോകത്തെവിടെയും ജനങ്ങളുടെ കയ്യിലുള്ള ഒരു അവകാശവും അവൻ്റെ കയ്യിലുള്ള ഒരു വെപ്പണുമാണ് സമരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹർത്താൽ എന്ന് പറയുന്നത്, ഉപരോധം എന്ന് പറയുന്നത്. അതൊരു അപരാധമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകൾക്കെതിരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ദേശീയ നേതൃത്വങ്ങൾ അവലംബിച്ചത് ഇതേപോലുള്ള നിയമലംഘനമാണ്. അപ്പം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ആഘോഷിക്കുന്നവരാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി തെരുവിലിറങ്ങി പ്രതികരിക്കുന്നവൻ്റെ അവകാശത്തെ ഇന്ന് പരിഹസിക്കുന്നതും തള്ളിപ്പറയുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള ബന്ദ് നടത്തിക്കൊണ്ട് സമരരംഗത്ത് വന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ദളിത് പ്രസ്ഥാനം. 2018-ൽ ഇതേപോലെ അട്രോസിറ്റീസ് ആക്ടിന്മേൽ ഹർത്താൽ നടത്തിക്കൊണ്ട് വലിയൊരു കോൺസോളിഡേഷൻ അന്ന് ദളിതർക്കിടയിലുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഹർത്താൽ എന്ന് പറയുന്നത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ ദളിത് സംഘടനകൾ മാത്രമല്ല, കേരളത്തിലെ പരമ്പരാഗതമായ ജാതി സംഘടനകൾ, സമുദായ സംഘടനകൾ, ദളിത് സംഘടനകൾ, ദളിത് ക്രൈസ്തവ വ്യത്യാസമില്ലാതെ മതേതര സ്വഭാവത്തിലുള്ള സാഹോദര്യം, ആദിവാസി സംഘടനകൾ. അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഈ 14 ജില്ലകളിലെയും മിക്കവാറും എല്ലാ ചില കരിങ്കാലികളായിട്ടുള്ള പൊതു പ്രശ്നങ്ങളിൽ മുഖം തിരിഞ്ഞു നിന്ന് ഭരണകൂട ദാസ്യം ഏറ്റെടുത്തുകൊണ്ട് സമുദായത്തിൻ്റെ താല്പര്യത്തിനെ തള്ളിപ്പറയുന്ന കുറച്ച് അത്തരം ജൂദാസുകളെ പോലെ പണി ചെയ്യുന്നവർ ഒഴികെ കേരളത്തിലെ സാമൂഹ്യ അടിത്തറയുള്ള എല്ലാ സംഘടനകളും അണിചേർന്ന ഒരു ഹർത്താലാണ് ഈ നടന്നത്. സ്വാഭാവികമായിട്ടും ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ സാഹോദര്യമുണ്ട്, ഒരു വലിയ ഫ്രട്ടേണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വിശാലമായ ഒരു ഐക്യം സംഘടനകൾക്ക് അതീതമായി, മറ്റ് വിഭാഗീയതകൾക്ക് അതീതമായി കേരളത്തിലെ ദളിതർക്കിടയിൽ രൂപപ്പെട്ടു എന്നത് വലിയൊരു പ്രതീക്ഷയാണ്. അത് വരുംകാല കേരളത്തിൽ വളരെ കൃത്യമായ ഒരു പുതിയ രാഷ്ട്രീയമായി അത് പരിവർത്തിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം കൂടി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കേരളത്തിലെ ദളിത് സംഘടനകളുടെ മുൻനിരയിൽ നിൽക്കുന്ന പലരെയും പരിഗണിക്കുകയും അവഗണിക്കുകയും ചെയ്ത ഒരു മുന്നണി രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അവർ അങ്ങനെയുള്ളവരെ തഴഞ്ഞിട്ട് അവർ യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടികളുടെ പിന്നാമ്പുറങ്ങളിൽ ഏറാമൂലകളായി നിൽക്കുന്നവരെയാണ് പരിഗണിച്ചത്. എന്നാൽ ഈ ഹർത്താൽ തെളിയിച്ചത് എന്താണ്? കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും അന്തസ്സായി പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്നവരൊക്കെ തന്നെയാണ്. പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്നവരല്ല, പാർട്ടിക്ക് പുറത്ത് സംഘാടകരായി, ദളിത് ബുദ്ധിജീവികളായി, ദളിത് നേതാക്കളെ നിലകൊള്ളുന്നവരോടൊപ്പമാണ് കേരളത്തിലെ ദളിത് ബഹുജനം, ആദിവാസികളെന്ന് തെളിയിച്ച ഒരു ഹർത്താൽ കൂടിയാണ്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങൾ ഈ 7-ാം തീയതി എറണാകുളത്ത് ഈ ഹർത്താലിൽ പങ്കാളികളായ 65ഓളം ദളിത് സംഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ 2 വ്യക്തിയോ 1-2 പ്രസ്ഥാനങ്ങളോ നടത്തിയ ഒരു സമരമല്ല ഈ ഹർത്താൽ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ദളിത് സംഘടനകളും അതിൻ്റെ നേതാക്കളും ചെറുതും വലുതുമായ സംഘടനകളും ഒരുപോലെ ഐക്യപ്പെട്ട ഒരു സംഘടന. അപ്പോൾ ഞങ്ങൾ ADF, അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടൊക്കെ അതിൻ്റെ സീനിയർ നേതൃത്വമെല്ലാം ഈ ഹർത്താലിന് വലിയ നിലയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ അച്ചടക്കത്തോടു കൂടിയാണ് ഇത് നടന്നത്. അതുകൊണ്ട് 7-ാം തീയതി ഈ ഹർത്താലിൽ സഹകരിച്ച 65ഓളം സംഘടനകളുടെ മുൻനിര നേതാക്കൾ, സീനിയർ നേതാക്കൾ എറണാകുളത്ത് ഒത്തുകൂടുകയാണ്. ആ കൂട്ടായ്മയിലൂടെ ശക്തമായ ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം, സാമൂഹ്യ നീതിയുടെയും അതേപോലെ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ, നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ രാഷ്ട്രീയം, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടൊരു പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ സന്തോഷം. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് വളരെ ശക്തി പ്രാപിക്കട്ടെ. സാമൂഹ്യ സമത്വത്തിന്, സാമൂഹ്യ നീതിക്കും വേണ്ടി പോരാട്ടത്തിന് അതൊരു കരുത്താവട്ടെ.
എന്തായാലും ഇത്രയും നേരം കേരള ഇൻസൈറ്റുമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചതിൽ സന്തോഷം. നന്ദി. ഓക്കെ, താങ്ക് യു.